നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കീഴിലുള്ള വിവിധ റിഫൈനറികളിലാണ് ഈ പോസ്റ്റുകൾ. അതിൽ പല പോസ്റ്റുകളുണ്ട്. 25,000 മുതൽ 1,05,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. പല റിഫൈനറി അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ യൂണിറ്റ്, അത് ആസാമിലെ ഗുവാഹട്ടി, അതേപോലെ ബീഹാറിലെ ബറോണി, ഗുജറാത്തിലെ വഡോദര, വെസ്റ്റ് ബംഗാളിലെ ഹൽദിയ, ഉത്തർപ്രദേശിലെ മധുര, അതുപോലെ ഹരിയാനയിലെ പാനിപ്പട്ട്, ആസാമിലെ ദിഗ്ബോയ്, അതേപോലെ ആസാമിലെ തന്നെ ബൊണൈഗോൺ, അതുപോലെ ഒറീസയിലെ പാരദീപ് എന്നിങ്ങനെയുള്ള റിഫൈനറികളിലെ അവിടെ പെട്രോ കെമിക്കൽ കോംപ്ലക്സുകളാണ് ഈ വേക്കൻസികൾ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ, അതിന് വേണ്ട ഗുവാഹട്ടി 17 ഒഴിവുകൾ, ബറോണി 51, ഗുജറാത്ത് 75, ഹൽദിയ 16, മധുര 12, PRPC പാനിപ്പട്ട് 19, ഡിഗ്ബോയ് 20, ആസാമിലെ തന്നെ ബൊൺഗോൺ അത് 18 ഒഴിവുകൾ, പാരദീപ് 4, അത്ര ഒഴിവുകളാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ എന്ന കാറ്റഗറിയിലുള്ളത്. അടുത്തത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് P&U ആണ്. അതിൽ ഗുവാഹട്ടി 6, ബറോണി 9, ഗുജറാത്ത് 11, ദിഗ്ബോയ് 2, ബൊഗൻഗോൺ 9 എന്നീ വേക്കൻസികളാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് P&Uയിലുള്ളത്. അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് P&U OANDM എന്ന പോസ്റ്റിലേക്ക് പാനിപ്പട്ടിൽ 19 ഒഴിവുകളും പാരദീപിൽ 3 ഒഴിവുകളുമാണുള്ളത്. അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് ബറോണിൽ 9, ഗുജറാത്ത് 1, ഡിഗ്ബോയ് 1, ബൊങ്കായ്ഗോണും 1, അങ്ങനെ വേക്കൻസി ഉള്ളത്. അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ, അത് ഗുവാഹട്ടി 2, ബറോണി 3, പാനിപ്പട്ട് 2, ഡിഗ്ബോയ് 4, ബൊങ്കായ്ഗോൺ അത് 3 ഒഴിവുകൾ. അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റിലേക്ക് ബറോണി 1, ഗുജറാത്ത് 1, മധുര 1, പാനിപ്പട്ട് 1, പാരദീപ് 1. അടുത്ത പോസ്റ്റ് ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആണ്. അത് ഗുവാഹട്ടി 3, ബറോണി 2, ഗുജറാത്ത് 4, ഹൽദിയ 1, പാനിപ്പട്ട് 4, ദിഗ്ബോയ് 2, ബംഗായ്ഗോൺ 4 എന്നിവ വേക്കൻസികളുടെ എണ്ണം. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫയർ ആൻഡ് സേഫ്റ്റി ഗുവാഹട്ടി 8, ബറോണി 2, ഗുജറാത്ത് 8, ഹൽദിയ 3, മധുര 4, പാനിപ്പട്ട് 5, ഡിഗ്ബോയ് 11, ബൊങ്കായ്ഗോൺ 10 എന്നിങ്ങനെയാണ് വേക്കൻസികൾ. ഇത്രയും വേക്കൻസികളാണ് ആകെ ഉള്ളത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഓരോന്നിനും നമുക്ക് നോക്കാം. ഒന്നാമത് ജൂനിയർ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അതിന്റെ കോഡ് 201 എന്നുള്ളതാണ്. 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ചോദിച്ചുള്ള യോഗ്യത. കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, അതുപോലെ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽ ടെക്നോളജി, റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും 50% മാർക്കോടെ ആയിരിക്കണം പാസ്സായിരിക്കേണ്ടത്. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 45% മാർക്ക് മതി. രണ്ടാമത്തെ പോസ്റ്റ് എന്നുള്ള ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് P&U എന്നുള്ള പോസ്റ്റ്. അതിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത. അല്ലെങ്കിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നിലുള്ള ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം ബോയിലർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ്, അത് 2nd ക്ലാസ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ്, ബോയിലർ അറ്റൻഡന്റ്, അതിൽ അപ്രന്റീസ് ആക്ട് അനുസരിച്ചുള്ള ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെയുള്ള അത് അഡീഷണൽ അതോട് ഉൾപ്പെടെ ഉള്ള ക്വാളിഫിക്കേഷൻ വേണ്ടി. ഇതോടൊപ്പം അടുത്തത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് P&U OANDM എന്നുള്ളതാണ്. അതിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത. 50% മാർക്ക് കൊണ്ടാണ്. SC/ST കാരാണെങ്കിൽ 45% മാർക്ക് മതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ പവർ സിസ്റ്റംസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 50% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST കാൻഡിഡേറ്റിന് 45% മാർക്ക് മതി. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ 3 വർഷത്തെ ഡിപ്ലോമ 50% മാർക്കോടെ പാസ്സാവരായിരിക്കണം. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 45% മാർക്ക് മതി. അടുത്ത ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്
ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റിലേക്ക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത. 50% മാർക്കോടെ പാസ്സായവരായിരിക്കണം. അടുത്ത ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് പോസ്റ്റിലേക്ക് BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി 50% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC കാർക്ക് 45% മാർക്ക് മതി. അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ്. അതിലേക്ക് 10ാം ക്ലാസ്സും അതുപോലെ NFSC നാഗ്പൂർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട്. മിനിമം 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ 81 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അത് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ കഴിവുണ്ടായിരിക്കണം. മിനിമം 50 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കളർ ബ്ലൈൻഡ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസും ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളത്. മാർക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് 50% മാർക്കാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. SC കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 5% മാർക്ക് കുറവ് മതി. ഇനി ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾ മാർക്കിന്റെ പെർസെന്റേജ് അവിടെ കാണിച്ചിരിക്കണം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണിച്ചിരിക്കണം. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വെബ്സൈറ്റ് ആയ www.iocl.com എന്ന സൈറ്റിൽ ലഭ്യമാണ്. സൈറ്റ് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അപ്ലൈ ചെയ്യുന്നതിൽ ഇടയ്ക്കൊക്കെ സന്ദർശിക്കുക. അപ്ഡേഷൻസ് ഒക്കെ ആ വെബ്സൈറ്റിലായിരിക്കും വരിക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ ഇനീഷ്യൽ പ്രോസസ് എന്നുള്ളത്. ഏജ് ലിമിറ്റ് മിനിമം 18 വയസ്സ് മുതൽ 26 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 2025 ഡിസംബർ 31 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. SC കാൻഡിഡേറ്റ് 5 വർഷവും OBC നോൺ ക്രീമികൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഡിസബിലിറ്റിയുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 വർഷം വരെയും അവർക്ക് ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ ലഭിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ജനറൽ കാൻഡിഡേറ്റ്സ് മിനിമം 40% മാർക്കെങ്കിലും മേടിച്ചാൽ അവരെ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റിലാക്സേഷൻ ഉള്ളവർക്ക് 5% കുറവ് മതി. അതുപോലെ എക്സാമിനേഷൻ സെന്ററുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അതിൽ നമ്മൾ പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മികച്ച ശമ്പളവും അലവൻസുകളും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സെലക്ഷന് മുമ്പ് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വെബ്സൈറ്റ് ആയ www.iocl.com എന്ന സൈറ്റിൽ നിങ്ങൾക്ക് 2025 ഡിസംബർ 20 മുതൽ ജനുവരി 9, 2026 വരെ അപേക്ഷിക്കാൻ കഴിയും. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങളൊരു രജിസ്ട്രേഷൻ നടത്തുന്നതിന് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം വേണം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ കറുത്ത മഷി കൊണ്ട് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിംഗ് കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്ത് അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അതുപോലെ സിഗ്നേച്ചർ സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. അത് നമ്മൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് എഴുതി അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾ www.iocl.com എന്ന സൈറ്റിൽ പോകുക. വാട്ട് ഈസ് നോവൽ ക്ലിക്ക് ചെയ്യുക. ഗോ ടു അതിനുശേഷം റിക്വയർമെന്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് പേഴ്സണൽ ആൻഡ് റിഫൈനറി ഡിവിഷൻ 2025 ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ഫോർ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യാനും ബാക്കി സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റും.
ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ഫീസ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടവർ അത് ഓൺലൈനായിട്ട് തന്നെ ഫീസ് നൽകണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്കുള്ള പ്രധാന കാര്യങ്ങൾ 2025 ഡിസംബർ 20 മുതൽ 2026 ജനുവരി 9 മുതലാണ് എനിക്ക് അപേക്ഷിക്കാൻ കഴിയുക. ജനുവരി ലാസ്റ്റ് ലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് 2026 ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും മിക്കവാറും ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റിസൾട്ട് അതിനുശേഷം ഒരു 2 ആഴ്ചക്കകം പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. CBT ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഫോട്ടോഗ്രാഫും സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ എക്സാമിനേഷൻ സെന്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്ത സെന്റർ പിന്നീട് മാറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ പറഞ്ഞിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള സെന്ററുകളെല്ലാം ചൂസ് ചെയ്യേണ്ടി വരും. നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ എക്സാമിനേഷൻ സെന്ററുകൾ ഉള്ളത്. ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. അതാണ് നമ്മുടെ അടുത്തുള്ള സെന്ററുകൾ. 2 സെന്ററുകളാണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും, റിട്ടേൺ ടെസ്റ്റിനുള്ള സെന്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.